പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്സയ്ക്കും പാസ്തയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ സ്പെഷ്യൽ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 തക്കാളി, വലിയ സൈസിലുള്ള തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മീഡിയം സൈസ് തക്കാളി എടുക്കുകയാണെങ്കിൽ ഒരു 4 എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവോള ആവശ്യമായിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. സവോള തക്കാളിയുടെ പകുതി അളവിൽ മാത്രം മതിയായിരിക്കും. ഇനി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത ഉണക്കമുളക് ഒരു 10-15 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരി വേണ്ടെന്നുണ്ടെങ്കിൽ അതിലെ സീഡ് മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 10-12 അളവിൽ വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് അടുപ്പത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചിട്ട് എടുക്കാം. ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടോ ലോ ഫ്ലെയിമിലോട്ടോ ഒന്നാക്കി കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ ഇത് ഒരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചിട്ട് മാറ്റി കൊടുക്കാം. ഒത്തിരി വെള്ളം അരിച്ചു മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇത് ഒന്ന് അരച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അരിച്ചു മാറ്റിയ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. നിങ്ങൾക്ക് തക്കാളിയുടെ സ്കിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. ഞാനത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നല്ലോണം തന്നെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് മതിയായിരിക്കും. ഇനി നമുക്ക് ഇത് ഒന്ന് പിസ്സ സോസ് ആക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പിസ്സ സീസണിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ ആവശ്യമായിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളമില്ലേ, അത് ഒരു കപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണേലും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ സോയ സോസ് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരു എണ്ണ തെളിഞ്ഞിട്ട് ഈ വലിയ വലിയ കുമ്പളകൾ വന്നിങ്ങനെ പൊട്ടുന്ന ഒരു പരുവം, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് നിർത്തി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ സോസൊക്കെ നല്ലവണ്ണം തന്നെ തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു സോസാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഇതുണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ
ദാ ഇതുപോലെ വൃത്തിയുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെക്കരുത് കേട്ടോ. പുറത്ത് വെച്ചാൽ ഇത് ചീത്തയായി പോകും. കാര്യം നമ്മൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് യാതൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കഴിവതും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പം തീർന്നു പോകുന്ന ഒരു സോസാണ്. എൻ്റെ മക്കളിത് വെറുതെ ബ്രെഡിൽ തേച്ച് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സോസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് പിസ്സയ്ക്ക് മാത്രമല്ല, ബ്രെഡിൽ വെറുതെ തേച്ച് ഒരു കഷ്ണം സവോളയും ക്യാപ്സിക്കവും ചീസും ഒക്കെ വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.